നിയമസഭാ സമ്മേളനത്തിന്റെ തീയതി ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ശാലി ഈ സമരങ്ങളെ അടിച്ചമർത്തുന്നു, ശാലി സൂചിപ്പിച്ചതുപോലെ തന്നെ സമരങ്ങളെ അടിച്ചമർത്തുന്നു, വിമർശനങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴും സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് പക്ഷേ ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അവരുടെ ജീവിത രീതിയിൽ, ജീവിതശൈലിയിൽ അതൊന്നും ബാധകമേ അല്ല. കാരണം അവരുടെ ധൂർത്ത് അനുസൂര്യം ഇങ്ങനെ തുടരുകയാണ്. പക്ഷേ വലിയ രീതിയിലുള്ള വറുതിയിലാണ് സംസ്ഥാനം എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ധൂർത്ത് തുടരുമ്പോൾ തന്നെയാണ് അവർ കടമെടുക്കാനുള്ള സാധ്യതകൾ, എല്ലാ രീതിയിലുള്ള സാധ്യതകൾ തേടുന്നതും. അതിൻ്റെ ഒരു വിശദാംശങ്ങൾ കൂടി, വാസ്തവം എന്തൊക്കെയാണ് ശാലി? സുരേഷ്, സംസ്ഥാന വ്യാപകമായി വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ശമ്പള കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്. KSRTC ഉൾപ്പെടെ കൃത്യസമയത്ത് ശമ്പളം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം. സമാനമായി തന്നെ ക്ഷേമ പെൻഷനുകൾ, വിവിധ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ട് 6 മാസത്തോളം ഒക്കെ ആകുന്നു. ക്രിസ്മസിന് തന്നെ അത് കുടിശ്ശിക തീർപ്പാക്കി നൽകുമെന്ന് പറഞ്ഞിട്ടും അതിനുമുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള തുക കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിനായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ജീവനക്കാരുടെ ശമ്പളം നൽകാനും കുടിശ്ശികയുള്ള ഈ ക്ഷേമ പെൻഷനുകളൊക്കെ തന്നെ നൽകാനുമായി കടമെടുക്കാൻ വീണ്ടും ഒരു വായ്പ എടുത്തുകൊണ്ട് അത് നടപടി പൂർത്തീകരിക്കാൻ ഒരു നിലപാടിലേക്ക് ധനവകുപ്പ് എത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കടമെടുക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്രം നൽകുന്ന കടമെടുക്കൽ പരിധി അവസാനിച്ചതോടെയും അവിടെ നിന്ന് ലഭിക്കാതായതോടെയും ഒക്കെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ശമ്പളവും പെൻഷനും നൽകാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ചെലവഴിക്കാത്ത പദ്ധതി വിഹിതത്തിന് പുറമെ വായ്പ എടുത്ത് ശമ്പളം നൽകിക്കൊണ്ട് ധനപ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഒരു നടപടികളാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും അത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ശാലിനി പറഞ്ഞതുപോലെ തന്നെ. ഒപ്പം